ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ഉണ്ടല്ലോ ഡിഷ് വാഷർ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഒന്ന് പറയാം. കുറേ പേർക്ക് ഡിഷ് വാഷർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. ഞാൻ ആദ്യമൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്തായിരുന്നു കേട്ടോ. ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവർ ഇത് ഇഗ്നോർ ചെയ്തോ കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഡിഷ് വാഷർ ഞാൻ സാധാരണ ക്ലീൻ ചെയ്യണേന്ന്. കുറേ പേർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാട്ടോ എങ്ങനെയാണ് ഡിഷ് വാഷർ ക്ലീൻ ചെയ്യണേന്ന്. അപ്പോൾ എല്ലാവർക്കും ഡിഷ് വാഷർ ഒരുമാതിരി നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ പറയാം. എല്ലാവർക്കും അറിയാമായിരിക്കും, വീണ്ടും ഞാൻ പറയുക, ഇത് അറിയാവുന്നവർ ഇഗ്നോർ ചെയ്തു. ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഡിഷ് വാഷറിനകത്തെ ക്ലീനിങ് ടാബ്ലറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെയായിട്ട് ഇടുന്നത്. ടാബ്ലറ്റ് കാണാത്തവരെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ക്ലീനിങ് ടാബ്ലറ്റ്. ഇത് നമ്മളിത് ഇതുപോലെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ അടച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഇത് പാത്രം കഴുകി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ പ്ലേസ് കണ്ടോ, ഇത് നമ്മളിങ്ങനെ തുറന്നിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് കണ്ടോ, റിൻസൈഡ്. ഈ സാധനം നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പാത്രം നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടോ, സ്റ്റെയിൻ ഫ്രീ ആയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിൻസൈഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോൾട്ട്, ഡിഷ് വാഷർ സോൾട്ട് കേട്ടോ. ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇത് നമ്മുടെ പാത്രത്തിൽ സ്റ്റെയിൻ ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം കേട്ടോ. അത് എവിടെ ഇടുന്നത് ഞാൻ കാണിച്ചു തരാവേ. ട്രേ ഇതുപോലെ ഇങ്ങനെ ഊരി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാനുള്ള എളുപ്പത്തിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രേ എടുത്തങ്ങ് മാറ്റി വെച്ചു. നമ്മൾ ഇവിടെ കേട്ടോ സോൾട്ട് ഇടണം. അപ്പം നമ്മളിത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ നമ്മൾ തുറന്നെടുക്കും. കുറേ വെള്ളം ഇങ്ങനെ പോവും. അത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് എക്സസ് ആയിട്ടുള്ള വെള്ളം കേട്ടോ ഒഴുകി പോണത്. എന്നിട്ട് നമ്മൾ അവിടെ ഇത് കണ്ടോ, ഇതുപോലൊരു സാധനം ഉണ്ടേ, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ചോർപ്പ് പോലത്തെ സാധനമാണ്. നമ്മൾ സോൾട്ട് ഇടാൻ വേണ്ടി ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ ഇതുപോലെ നമുക്ക് പ്ലേസ് ചെയ്ത് അങ്ങനെ ആകുമ്പോൾ സ്പില്ലാവാണ്ട് നമുക്ക് സോൾട്ട് അതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ എന്നിട്ട് സോൾട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇത്രയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഞാൻ സാൾട്ട് എങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ സ്റ്റെയിൻ വരാൻ തുടങ്ങുമ്പോഴാട്ടോ ഞാൻ ഇത് സോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. വേറെ എന്തെങ്കിലും സൈൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ഇങ്ങനെ കേട്ടോ ഉപയോഗിക്കണേ. ഇത് അടയ്ക്കുന്നതും തുറക്കുന്നതും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ട്വിസ്റ്റ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ ഇത് ടക്കുന്ന ഒച്ച കിട്ടു. അപ്പോൾ അത് അടഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെയാണ് സോൾട്ട് ഇടുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആട്ടോ. ഇത് ക്ലീനിങ്ങിന് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതുപോലെ ഡിഷ് വാഷർ ക്ലീനർ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഞാനിവിടെ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും കേട്ടോ ക്ലീൻ ചെയ്യണേ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഇത് കണ്ടോ, പീൽ ചെയ്യുന്ന സംഭവം ഉണ്ട്. ഇത് പീൽ ഓഫ് ചെയ്തിട്ട് ഈ മേളിൽ ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവും. എനിക്കിവിടെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, P0 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ P0 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഓരോ ഡിഷ് വാഷറിനും ഓരോ രീതിയിലായിരിക്കും, ബട്ട് അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ ഫിൽറ്റർ ആട്ടോ. ഈ ഫിൽറ്റർ, ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫിൽറ്റർ ഒക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഇതുപോലെ തന്നെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഈ സംഭവം ഇതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ, ഇതിനകത്ത് കുറച്ച് അഴുക്കുണ്ട്, എനിക്കിത് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷോ ടൂത്ത് ബ്രഷോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് വെക്കുക. പിന്നെ വേണമെങ്കിൽ ഈ തുളയുള്ള ഭാഗത്ത് കൈ ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും അവിടെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ, എളുപ്പമാണ്. അങ്ങനെയാണ് ഡിഷ് വാഷർ ക്ലീൻ ചെയ്യണേ കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാട്ടോ. പക്ഷെ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്കിത് അറിയാത്ത കാരണം നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു തുടക്കത്തിൽ. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഈസി ആയിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അറിയാത്ത ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഉപകാരം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ ചെയ്ത്. ഞാൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ഇഗ്നോർ ദിസ് വീഡിയോ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരിക്കും. ബൈ ബൈ.